ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് നോർമൽ ലൈനിങ് ബ്ലൗസാണ് തയ്ക്കുന്നത്. നമ്മൾ കട്ടിങ്ങിൻ്റെ അവിടെ വെച്ചിട്ടാണ് ലൈനിങ്ങും നല്ല പീസും തമ്മിൽ യോജിപ്പിക്കുന്നത്. നമ്മൾ ലൈനിങ് പീസ് വെക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്ത് യോജിപ്പിച്ചിട്ടില്ല. ആദ്യം തന്നെ അങ്ങനെ നല്ല കട്ടിയുള്ള തുണി അത് തന്നെ പിൻ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല. പിന്നെ നമ്മളതിന് കൈയിൻ്റെ വശം കൂടിയാണ് കൂട്ടി യോജിപ്പിക്കുന്നത്. അതിന് ശേഷമുള്ളൂ നമ്മൾ കഴുത്ത് യോജിപ്പിക്കാൻ പറ്റുക. അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുത്ത് തെന്നി മാറി അളവിൽ വ്യത്യാസപ്പെടും. കഴുത്ത് വയ്ക്കുമ്പോൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടോ എന്ന്. കഴുത്തിൻ്റെ അകലം വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. കഴുത്തിൻ്റെ അകലം വ്യത്യാസപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം തന്നെ ലൈനിങ് വെട്ടാതെ ഇങ്ങനെ തയ്ച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ആകുമ്പോൾ ക്ലിയറായിട്ട് കിട്ടലുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത കൈക്കൂടിയും കൂടി കൂട്ടി യോജിപ്പിക്കുകയാണ്. അതിന്മേൽ ലൈനിങ്ങും നല്ല പീസും കൂടി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ്. നമ്മൾ കഴുത്തിൻ്റെ വശം കട്ട് ചെയ്ത് കളയുമ്പോൾ അതിന് ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കണം. ആദ്യം തന്നെ കൂട്ടി പിടിച്ചുകൊണ്ട് ചെറിയൊരു വെട്ടിട്ട് കൊടുത്തിട്ടാണ് നമ്മൾ അത് കഴുത്ത് വെട്ടിക്കളയണത്. അല്ലെങ്കിൽ നമ്മൾ നല്ല പീസുമേക്ക് കട്ടിങ് ചെല്ലാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ വെട്ടിക്കളഞ്ഞിട്ട് നമ്മൾ മടക്കി റെഡിയാക്കി എടുത്തതിന് ശേഷം നമ്മൾ ടെക്കാണ് അടിക്കുന്നത്. ടെക്ക് ചെറിയ ടെക്ക് ഇടണുള്ളൂ. ഒരു 34 സൈസ് ഉള്ള ആൾക്കുള്ളതാണ്. ടെക്ക് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും ഡബിൾ സ്റ്റിച്ച് ഇടുക. അല്ലെങ്കിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് കട്ട് ചെയ്യുമ്പോൾ അത് പിന്നെയും ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. പിന്നെ മെയിൻ ടെക്കാണ് ഇടുന്നത്. ഇത് 1/2 ഇഞ്ച് മാത്രമേ നമ്മൾ എടുക്കണുള്ളൂ. കുറച്ച് വലിയ സൈസൊക്കെ ആണെങ്കിൽ 40-42 സൈസൊക്കെ ആണെങ്കിൽ 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ എടുക്കലുണ്ട്. ഇതിപ്പോൾ 1/2 ഇഞ്ച് മാത്രം മതി. പിന്നെ അടിച്ച് കഴിഞ്ഞാൽ അത് ചെരിച്ച് വെട്ടിക്കൊടുക്കും. പക്ഷെ ഞാൻ ഇവിടെ ചെരിച്ച് വെട്ടണില്ല. നമ്മൾ അടിക്കുമ്പോൾ അതൊന്ന് ചെരിച്ച് വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആയാലുള്ളൂ പ്രസ്സിൻ്റെ അവിടെ ക്ലിയറായി കിട്ടുക. അപ്പോൾ നമ്മൾ ടെക്ക് മുൻവശത്തെ ടെക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാത്തിനും ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മളതൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കട്ടിയായതുകൊണ്ട് തന്നെ നഖം വെച്ചിട്ട് നന്നായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മാത്രമേ അത് ക്ലിയറായി കിട്ടുള്ളൂ. നമ്മൾ കട്ടിങ്ങാണ് ചെയ്യുന്നത്. കട്ടിങ് 3 പീസിലാണ് മെയിൻ പീസ് എടുക്കുക. അത് ചീത്ത വശം മുകളിലേക്കാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അടിച്ചു കൊടുത്തതിന് ശേഷം ബാലൻസുള്ള പീസൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് അത് പതിച്ചടിക്കുകയാണ് ചെയ്യുന്നത്. പതിച്ചടിക്കുമ്പോൾ എപ്പോഴും ലൈനിങ്ങിൻ്റെ വശത്തേക്കാണ് അടിച്ചു കൊടുക്കേണ്ടത്. നല്ല വശത്തേക്ക് അടിക്കരുത്. തുമ്പൊന്നും കാണാതെ നമ്മൾ ബ്ലൗസ് വേണ്ടത്. പിന്നെ കൂട്ടി യോജിപ്പിക്കുകയാണ്. ടെക്ക് കട്ടിങ്ങിനുള്ള പീസ് എടുക്കുമ്പോൾ ഒരിക്കലും കറക്റ്റാക്കി ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കരുത്. മെയിൻ പീസ് മാത്രമേ ഉള്ളൂ നമ്മൾ കറക്റ്റ് അളവ് പാട്. മറ്റത് നമ്മൾ അടിച്ച് മറിച്ചിടുമ്പോൾ ചിലപ്പോൾ അളവിൽ വ്യത്യാസപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും കുറച്ച് കൂടുതലുള്ള പീസ് എടുത്തിട്ട് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ബ്ലൗസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ടിങ് യോജിപ്പിക്കുകയാണ്. കട്ട് യോജിക്കുമ്പോൾ തന്നെ നമ്മൾ മെയിൻ ടെക്ക് ഒന്ന് ചെരിച്ച് വെച്ചിട്ടാണ് യോജിപ്പിച്ചെടുക്കുന്നത്. ബ്രസ്റ്റ് പോയിൻ്റ് ക്ലിയറായി കിടക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെരിച്ച് വെച്ച് യോജിപ്പിക്കുന്നത്. നമ്മൾ മാറാണ് വെക്കുന്നത്. വലത് മാറ് വെക്കുമ്പോൾ നമ്മൾ 2 ഇഞ്ച് പീസ് എടുക്കുക, രണ്ടായിട്ട് മടക്കുക, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് യോജിപ്പിക്കുക. താഴത്തേക്ക് കുറച്ച് പീസ് കൂട്ടിയിടുക. പിന്നെ നമ്മൾ അത് പതിച്ചടിക്കുക. ആ പീസ് മടക്കി വെച്ചിട്ട് നമ്മളത് ഒന്നും കൂടി മുകളടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഇടതുമാറ് വെക്കുന്നുണ്ട്. ആദ്യം 2 ഇഞ്ച് പീസ് എടുക്കുക, ഒന്ന് മടക്കി അടിക്കുക. ഇതിൻ്റെ അടിയിൽ വെച്ചിട്ടാണ് നമ്മൾ യോജിപ്പിക്കുന്നത്. അപ്പോഴും കുറച്ച് പീസ് ബാലൻസ് നമ്മൾ പുറത്തേക്ക് ഇടുന്നുണ്ട്. അത് മടക്കി വെച്ചിട്ടാണ് നമ്മൾ ഹുക്ക് വെക്കുന്നത്. ഹുക്ക് വയ്ക്കുമ്പോൾ 5 ഹുക്കാണ് ബ്ലൗസിന് സാധാരണ വെക്കൽ. അപ്പോൾ നമ്മൾ 3 ഹുക്ക് ആ കട്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ വേണം. ആദ്യം താഴത്തൊന്ന്, പിന്നെ കട്ടിങ്ങിൻ്റെ നടുവിലൊന്ന്, കട്ടിങ്ങിൻ്റെ എൻഡിലൊന്ന്, അങ്ങനെ 3 എണ്ണം ഒരുമിച്ച് അവിടെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ മാത്രമേ ഉള്ളൂ നമ്മൾ ബ്ലൗസ് ഇടുമ്പോൾ മുൻവശം പൊന്തി നിൽക്കാതിരിക്കുക അവിടെ. അല്ലെങ്കിൽ ആ കട്ടിങ്ങിൻ്റെ അവിടെ അങ്ങനെ പൊന്തിക്കുമ്പോൾ ബ്ലൗസ് ഇട്ട് കാണാൻ ഭംഗി ഉണ്ടാവില്ല. ഇനി നമുക്ക് കഴുത്തൊക്കെ ക്ലിയറാക്കി എടുക്കണം. അപ്പോൾ കഴുത്ത് വയ്ക്കാനുള്ള ക്രോസ് പീസ് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി കഴുത്ത് അളവാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ അളവ് ബ്ലൗസ് വെച്ചിട്ടാണ് എപ്പോഴും അളവ് നോക്കൽ.
നോക്കിയപ്പോൾ ഒരു 1/2 ഇഞ്ചോളം വ്യത്യാസമുണ്ട്. അപ്പം നമ്മളത് കട്ട് ചെയ്ത് കളയുകയാണ്. ബാക്ക് പീസും മുൻ പീസും റെഡിയാക്കിയിട്ട് ബാലൻസുള്ള പീസൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കഴുത്ത് നല്ല ഭംഗിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബാക്ക് പീസ് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് അത് അളന്ന് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് വിട്ടിരുന്നു, അത് ക്ലിയർ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കഴുത്ത് വെക്കുകയാണ്. കഴുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ 1 ഇഞ്ച് ക്രോസ് പീസ് എടുത്ത് മടക്കി വെച്ചിട്ടാണ് കഴുത്ത് വയ്ക്കുന്നത്. കഴുത്ത് വയ്ക്കുമ്പോൾ നമ്മൾ കഴുത്തിൻ്റെ പീസ് വലിക്കാണ്ട് അടിവശം നല്ല ക്ലിയർ ആക്കി കൊണ്ടുവന്നിട്ട് വേണം കഴുത്ത് വയ്ക്കാൻ. കഴുത്ത് വെച്ച് നമ്മൾ ബാലൻസുള്ള പീസൊക്കെ വെട്ടിക്കളഞ്ഞതിന് ശേഷം അതൊന്നും കൂടെ പതിച്ചടിക്കുന്നുണ്ട്. എന്നാലേ കഴുത്ത് തുന്നുമ്പോൾ നല്ല ഭംഗിയായി കിടക്കുള്ളൂ. കഴുത്ത് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ അളവ് നോക്കി ബാക്ക് പീസ് അടിക്കുകയാണ്. ബാക്ക് പീസ് ഹെമ്മിങ് ചെയ്യലില്ല, അടിക്കന്നെ ചെയ്യൽ. അതിൻ്റെ ലെങ്ത്ത് ക്ലിയർ ആക്കിയിട്ട് ഇനി നമുക്ക് വണ്ണം കണക്കാക്കണം. അത് അളവ് ബ്ലൗസ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിവശം മുകൾ വശമൊക്കെ ക്ലിയർ ആക്കണത്. മുകളിലുള്ള ബാക്ക് അളവും മുന്നളവും തമ്മിൽ എപ്പോഴും വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ വേറെ വേറെ തന്നെ അത് എടുക്കണം. നമ്മൾ ഫ്രണ്ട് വശം എടുക്കുന്നുണ്ട്. എടുത്ത് ഒന്നും കൂടി 8.5 ആണ് നമുക്ക് ഫ്രണ്ടിൽ അടയാളപ്പെടുത്തുന്നത്. അടിയിൽ നമ്മൾ വെച്ച് അടയാളപ്പെടുത്തുന്ന പറഞ്ഞാൽ അളവ് വല്ലാതെ എടുക്കലില്ല. നമ്മൾ കൂട്ടി യോജിപ്പിക്കണം. കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ബാലൻസുള്ള പീസൊക്കെ വെട്ടിക്കളയണം. ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ചെറിയ സൈസുള്ള ആൾക്കാർക്കാകുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബാക്ക് പീസിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഒരൊറ്റ സ്റ്റിച്ചിലാണ് നമ്മൾ കൂട്ടി യോജിപ്പിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ ഒന്നും കൂടി ക്ലിയർ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ അളവ് ബ്ലൗസിൻ്റെ ആം ഹോൾ റെഡിയാക്കണം. അളവ് ബ്ലൗസ് വെച്ചിട്ട് നമ്മൾ ആം ഹോളും ഷോൾഡറും ഒന്നും കൂടെ റെഡിയാക്കി എടുക്കുകയാണ്. തുടക്കക്കാർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ അളവിൽ വ്യത്യാസപ്പെടുന്നില്ല. ലാസ്റ്റ് നോക്കുമ്പോൾ ക്ലിയറായി കിട്ടുകയും ചെയ്തു. ആദ്യം തന്നെ നല്ല അളവ് ക്ലിയറാക്കി നമ്മൾ വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് ആകുമ്പോഴേക്കും നമ്മളതൊന്നും ക്ലിയറായി കിട്ടില്ല. ഇതാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നല്ല ക്ലിയറാക്കി നമ്മൾ കൈയാണ് വെക്കുന്നത്. കൈ ലൈനിങ് അടിയിൽ വെച്ചിട്ട് നമ്മൾ മടക്കി അടിക്കുകയാണ്. ആ തേര് വശം പട്ട് സാരീൻ്റെ ആയതുകൊണ്ട് തന്നെ കുറച്ച് പിരിഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി തുന്നലൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് അയൺ ചെയ്തെടുക്കുമ്പോൾ റെഡിയാവും. കൈ നമ്മൾ ലൈനിങ് ആയിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ലൈനിങ് പീസ് കുറച്ച് കമ്മിയാണെന്ന്. അത് ഞാൻ നമ്മൾ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി 2 കൈയും കൂട്ടി യോജിപ്പിച്ച് വെച്ച് നമ്മൾ ബാലൻസ് ഉള്ളതൊക്കെ കട്ട് ചെയ്ത് കളയുകയാണ്. ഇറക്കം ക്ലിയർ ആണോ എന്ന് നോക്കണം. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ബാലൻസ് ഉള്ള കട്ട് ചെയ്ത് കളയുകയാണ്. എന്നിട്ട് നമ്മൾ മുൻവശം കൈക്കുഴി വെട്ടി കൊടുക്കണം. നമ്മൾ കൈ വെട്ടിയപ്പോൾ കൈക്കുഴി വെട്ടിയിട്ടുണ്ടായിരുന്നില്ല. അളവ് ക്ലിയർ ആക്കിയിട്ട് വെട്ടി കൊടുക്കലാണ്. ഇനി 2 കൈയിൻ്റെയും മുൻവശം നമ്മളൊരു 4 ഇഞ്ച് വീതമാണ് കൈക്കുഴി വെട്ടി കൊടുക്കുന്നത്. കൈക്കുഴി വെട്ടി കൊടുത്തിട്ടില്ലെങ്കിൽ വെട്ടാതെ ചുരിദാറിനൊക്കെ ആണെങ്കിൽ വെട്ടാതെയും തയ്ക്കാം. പക്ഷേ ഇതിന് കൈക്കുഴി വെട്ടി കൊടുത്തില്ലെങ്കിൽ നമ്മൾ ബ്ലൗസിന് ചുളിവുണ്ടാവും. ഒന്ന് ക്ലിയർ ആക്കിയിട്ട് നമ്മൾ കൈക്കുഴി ചെറുതായി വെട്ടി കൊടുത്ത് നമ്മൾ കൈ യോജിപ്പിക്കുകയാണ്. ഇപ്പോൾ നമ്മളെ ബ്ലൗസ് ഇതിൻ്റെ ആ കൈക്കുഴീൻ്റെ വശത്ത് ചെറുതായിട്ട് നമ്മളൊന്ന് പൊട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നാൽ കൈ നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അളവിൽ വ്യത്യാസം വരുമ്പോഴും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞിട്ട് അളവ് കൂട്ടണം തോന്നിയാലൊക്കെ നമുക്ക് നമ്മളെ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. മറ്റേ ബ്ലൗസ് കൂട്ടും പോലെ കൈ വേറെയും കൈക്കുഴി വേറെയും തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് നമുക്ക് പറ്റില്ല. ഇത് ഞാൻ നോച്ചിട്ട വശം ഷോൾഡറിന് വെച്ചിട്ട് പിന്നെ അതിൻ്റെ അളവ് നോക്കിയിട്ടാണ് അടിയിൽ നിന്ന് തുടങ്ങുന്നത്. നമ്മളൊരു കൈ വയ്ക്കുമ്പോൾ മെല്ലെ മെല്ലെ വലിക്കാതെ കൊണ്ടുപോകണം. കൈ വലിക്കരുത്. വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുമ്പോൾ പിരിവ് വരും. അതായത് നമ്മൾ കാണുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പക്ഷേ കൈ ഇട്ട് കഴിഞ്ഞാൽ കൈ ഇങ്ങനെ കയറില്ല. കയറുന്ന വശത്ത് ഇങ്ങനെ തിരിഞ്ഞായിരിക്കുക. അപ്പോൾ എന്താ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിവിടെ ഉണ്ടാവുകൊണ്ടാണ് അങ്ങനെ കൈ ഇടുമ്പോൾ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ മെല്ലെ അത് അടിയത്തത് പീസ് നോക്കി നോക്കി മെല്ലെ അടിച്ച് വരണം. പിന്നെ ഇത് ലൈനിങ് പീസ് വെച്ചതായത് നമുക്ക് ലോക്ക് ഉണ്ടെങ്കിൽ
ലോക്ക് ഇട്ട് കൊടുക്കണം. അല്ല ലോക്ക് ഇല്ലെങ്കിൽ ആ അടിച്ചതിൻ്റെ ഉടനെ തന്നെ 4 പീസും കൂടി കൂട്ടി വെച്ചാൽ തുമ്പത്തൊരടിയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഡബിൾ സ്റ്റിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത കൈയും കൂടി നോക്കി അളവ് നോക്കണതാണ്. ലോക്കുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ തുമ്പത്ത് കൂടെ അടിക്കണില്ല. പിന്നെ നമ്മൾ കൈയിൻ്റെ അളവ് നോക്കുകയാണ്. 4 ഇഞ്ചാണ് വേണ്ടത് അടിക്ക്. 4 ഇഞ്ച് നോക്കി നമ്മൾ ഷേപ്പ് ചെയ്ത് ഒരൊറ്റ അടിയാണ് നമ്മൾ കൊടുക്കുന്നത്. നമ്മൾ ക്ലിയർ ആവണതിന് മുന്നേ എന്തടിക്കുകയാണെങ്കിലും ആദ്യം ഒരൊറ്റ സ്റ്റിച്ചിൽ അടിച്ച് വിട്ടാൽ മതി. പിന്നെ ലാസ്റ്റ് നമ്മൾ ഒന്നും കൂടെ ക്ലിയർ ആക്കിയിട്ടാണ് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് അഴിക്കേണ്ടി വരും. അതിനാണ് ഒറ്റ സ്റ്റിച്ച് മതി പറയണത്. അപ്പോൾ നമ്മൾ 2 വശവും അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നും കൂടി അളവ് നോക്കുകയാണ്. അപ്പോൾ എല്ലതും കഴിഞ്ഞു. ബ്ലൗസിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു, ഹെമ്മിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ക്ലിയർ ആക്കി നോക്കാം ഒന്നും കൂടി. അപ്പോൾ കുറച്ചും കൂടി അളവിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പം നമ്മളൊന്നും കൂടി അടിച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ ബാലൻസുള്ള പീസൊക്കെ വെട്ടിക്കളഞ്ഞ് നമ്മൾ ലോക്ക് ചെയ്തെടുക്കണം. ബ്ലൗസിന് നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് അതിനൊരു വൃത്തി ഉണ്ടാവുക. പിന്നെ നമ്മൾ അയണും കൂടി ചെയ്ത് കഴിയുമ്പോൾ നല്ല ക്ലിയറായി കിട്ടും. ഇപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. നമ്മളൊന്നും കൂടി അളന്ന് നോക്കുകയാണ്. അപ്പോൾ അളവ് ക്ലിയറാണ്. അപ്പോൾ ബ്ലൗസ് ഫിനിഷായി. ഞാൻ ലൈനിങ് ബ്ലൗസിന് 350 രൂപയാണ് വാങ്ങൽ. നിങ്ങളൊക്കെ എത്രയാണ് വാങ്ങലെന്ന് പറയണം. പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും വേണം. അടുത്ത വീഡിയോയിൽ കാണാം.